റഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി ബിറിളല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മറ്റു എൻ്റെ മുമ്പിലിരിക്കുന്ന മുത്താലിം സുഹൃത്തുക്കളെ, നാം എല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആർട്ട് ഫെയറിൻ്റെ പ്രൗഢമായ വേദിയിലാണല്ലോ. അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ വേദിയിൽ എനിക്ക് അർപ്പിതമായ വിഷയം AI സാധ്യതകളും വെല്ലുവിളികളും. എന്താണ് AI അഥവാ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? മനുഷ്യനെ പോലെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രോഗ്രാം ചെയ്ത് യന്ത്രങ്ങളിലെ മനുഷ്യബുദ്ധിയുടെ അനുകരണമാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പഠനം, ന്യായവാദം, പ്രശ്നപരിഹാരം, ധാരണ, ഭാഷ മനസ്സിലാക്കൽ എന്നിവയെല്ലാം വൈജ്ഞാനിക കഴിവുകൾക്ക് ഉദാഹരണമാണ്. ഒരു കമ്പ്യൂട്ടറിനെയോ കമ്പ്യൂട്ടർ നിയന്ത്രിത റോബോട്ടിനെയോ ഒരു സോഫ്റ്റ്വെയറിനെയോ മനുഷ്യ മനസ്സിനെ പോലെ ബുദ്ധിപരമായി ചിന്തിക്കുന്ന രീതിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പാറ്റേണുകൾ പഠിച്ചും വൈജ്ഞാനിക കഴിവുകൾ വിശകലനം ചെയ്തുമാണ് AI പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയറുകളും സിസ്റ്റങ്ങളും വികസിപ്പിക്കുന്നു. AI കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് തരമായി തരംതിരിക്കാവുന്നതാണ്. ഒന്ന് ദുർബലമായ AI, രണ്ട് ശക്തമായ AI. ദുർബലമായ AI അഥവാ ഇടുങ്ങിയ AI. ദുർബലമായ AI എന്നാൽ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയാത്തതും അല്ലെങ്കിൽ മനുഷ്യനേക്കാൾ ചിന്തിക്കാൻ കഴിയാത്തതുമായ AI സിസ്റ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ AI സിസ്റ്റങ്ങളിൽ പൊതുവേ ഉള്ള ഇൻ്റലിജൻസ് ഇല്ല. ദുർബലമായ AIക്ക് ഉദാഹരണമാണ് സിരി അല്ലെങ്കിൽ അലക്സ. ശക്തമായ AI അഥവാ ജനറൽ AI. ശക്തമായ AI എന്നാൽ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയുന്നതും അല്ലെങ്കിൽ മനുഷ്യനേക്കാൾ ചിന്തിക്കാൻ കഴിയുന്നതുമായ AI സിസ്റ്റങ്ങളെ സൂചിപ്പിക്കുന്നു. മനുഷ്യനെ പോലെ പഠനം, ന്യായവാദം, പ്രശ്നപരിഹാരം, ധാരണ, ഭാഷ മനസ്സിലാക്കൽ എന്നിവയെല്ലാം ദുർബലമായ AIക്ക് ഉദാഹരണമാണ്. എന്നാൽ ശക്തമായ AI ഇപ്പോഴും വിപണിയിൽ വന്നിട്ടില്ല. AI നമുക്ക് പലതരമായി തരംതിരിക്കാവുന്നതാണ്. ഒന്ന് മുഴുവനായും റിയാക്ട് ചെയ്യുന്നവ, രണ്ട് പരിമിതമായ മെമ്മറി, മൂന്ന് മനസ്സിൻ്റെ സിദ്ധാന്തം. മനുഷ്യനെ പോലെ തന്നെ AI സിസ്റ്റങ്ങൾക്കും ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. AI സിസ്റ്റങ്ങളെ ഗുണങ്ങളാണ് നിർമ്മിത ബുദ്ധി ഈ വിപണിയിൽ വന്നതോടുകൂടി മനുഷ്യരുടെ തെറ്റുകൾ കുറക്കാൻ സഹായകമാകുന്നു. അതുപോലെ തന്നെ മനുഷ്യരെ പോലെ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിയുന്നു. ദുർബലമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ദോഷങ്ങൾ. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ നിർമ്മിക്കുന്നതിന് വലിയ ചെലവേറിയ പ്രോസസ്സാണ്. അതുപോലെ തന്നെ മനുഷ്യരുടെ കഴിവുകളെ തനിപകർപ്പാക്കാൻ AI റോബോട്ടുകൾക്ക് കഴിയില്ല എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.